അപ്പം ചൂടൊക്കെ മാറി മഴയൊക്കെ തുടങ്ങുന്ന ടൈമാണ്. അപ്പോൾ യാത്രകൾക്ക് പറ്റിയ സമയമാണ്. അപ്പം ഞങ്ങൾ ഈ ആഴ്ച പ്ലാൻ ചെയ്തിരിക്കുന്നത് വാഗമൺ ട്രിപ്പാണ്. അപ്പോൾ വാഗമൺ ട്രിപ്പിൽ 1-2 സ്പോട്ടുകളുണ്ട്. ഞങ്ങളതെല്ലാം തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾ കോട്ടയംകാരാണ്. അപ്പോൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് വാഗമണ്ണാണ്. അപ്പം വാഗമണ്ണ് ഇവിടുന്ന് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഏകദേശം 72 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇൻഫോ വേൾഡ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഓഫ് റോഡും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഞങ്ങൾക്ക് പണി കിട്ടി. ഞങ്ങളുടെ ജീപ്പിൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടി. അപ്പം വീട്ടിൽ നിന്ന് പപ്പായോട് കാർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അധികം ദൂരം വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വിച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തൊക്കെയായാലും ഒരിക്കലും നമ്മുടെ യാത്രകൾ മുടക്കണ്ട, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. മിസ്റ്റൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ട്. തീക്കോയി എന്ന് പറയുന്ന സ്ഥലമാണിത്. തീക്കോയി. ഇത് നമ്മൾ വാഗമൺ പോകുന്ന വഴി ഇഞ്ചപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടത്. അങ്ങ് മേലെയോട്ട് നോക്കിയാൽ കാണാം. അവിടുന്നേ വരുന്ന വെള്ളമാണ്. നല്ല രസമായിട്ട് ഇത് കുത്തി ഒഴുകുന്നുണ്ട്. കുറേ കാഴ്ചക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന് മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റിയ ചെറിയൊരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ ഉള്ളിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ കുട്ടികൾക്കൊക്കെ സേഫായിട്ട് നിന്ന് കളിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് ഇഞ്ചപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഉറപ്പായും ഇവിടെ കാണണം. അപ്പം ഇഞ്ചപ്പാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിർത്തി ഫ്രണ്ടിൽ മാത്രം കണ്ട് നിന്ന് ആസ്വദിച്ചിട്ട് പോകരുത്. അതിൻ്റെ ഉള്ളിലോട്ട് വരാൻ വഴിയുണ്ട്, ചെറിയ വഴി. നിങ്ങൾ ഈ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങൾക്കും പറഞ്ഞു തന്നത് ഉള്ളിലോട്ട് പോയാൽ മുകളിലെ കാഴ്ചകളും കാണാമെന്ന്. അപ്പോൾ ഉള്ളിലോട്ട് കയറി വന്ന് ഈ ഭംഗിയും കൂടെ ആസ്വദിച്ചിട്ട് പോകണം. അത്രയ്ക്ക് ഭംഗിയാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഇഞ്ചപ്പാറ മറക്കാതെ നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മളിപ്പോൾ കാര്യാടെന്ന് പറയുന്ന സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. കാര്യാട് വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ നിങ്ങളെ ഞാൻ വ്യൂ പോയിൻ്റ് ഫുള്ള് മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പോൾ മേലോട്ട് പോകുമ്പോൾ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഒരു പ്രിക്കോഷനായിട്ട് കരുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട റോഡിൽ നിന്ന് വാഗമണിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ടീ റോഡാണ് ഇവിടെ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് വാഗമൺ ടൗണും റൈറ്റിലോട്ട് മൊട്ടക്കുന്ന് ഒക്കെയാണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നത് വാഗമൺ ടൗണിലോട്ടാണ്. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആ ഏരിയയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് മൊട്ടക്കുന്ന്, ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ പൈൻ ഫോറസ്റ്റ് ഒക്കെ. അപ്പോൾ മാക്സിമം ഇന്ന് നമ്മൾ ഇവിടെ എല്ലാം പോയി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോട്ടിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് ബോട്ടിങ്ങിൻ്റെ എൻട്രൻസ്. ടീ ലേക്ക് ബോട്ടിംഗ്. ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനോട് ഇവിടെ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് കാണാം. ഒരു ട്രെയിനിൻ്റെ ഷേപ്പിലൊരു ഹോട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് ആണോ എന്ന് അറിയത്തില്ല, പക്ഷേ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പെഡൽ ബോട്ടുകളുണ്ട്, അതുപോലെ ഇങ്ങനെ നോർമലി തുഴഞ്ഞു പോകാവുന്ന ബോട്ടുകളുണ്ട്, ഹയാക്കിംഗ് ഉണ്ട്, കൊട്ടവഞ്ചിയുണ്ട്. അപ്പോൾ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന ബോട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് നോർമലി തുഴഞ്ഞു പോകുന്ന ബോട്ടാണ്. ഞങ്ങൾക്ക് 2 പേർ കൂടെ 220 രൂപയായി, കാർ പാർക്കിംഗ് ഉൾപ്പെടെ. അപ്പോൾ ഏകദേശം പെർ ഹെഡ് 100 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ബോട്ടിങ്ങിനുള്ളത്. അപ്പം ശരിക്കും ഇവിടെ വരണം, വാഗമൺ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ബോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞു, ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ നമ്മൾ വാഗമൺ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ ഇതൊക്കെ ആകെപ്പാടെ പൊട്ടിയതായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ അവർ പുതിയതായിട്ട് വീണ്ടും അത് എല്ലാം സെറ്റാക്കി പണിതിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ. ഇവിടെ ഒരു ചെറിയൊരു മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആസ്വദിക്കാം. ഇത് എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പം നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്.
ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അങ്ങനെ അടുത്തായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അതിനിടയ്ക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ടിക്കറ്റ് ഇപ്പോൾ പോയാൽ കിട്ടും, പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ ഒരു ടൈം തന്നിട്ട് നമ്മളോട് ആ സമയത്ത് വരാൻ പറയുമായിരിക്കും എന്നാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഏകദേശം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിനോട് അടുത്തെത്തി. ഇപ്പം ചെറിയതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ 2 മണിയോടുകൂടി അവരത് വീണ്ടും റീഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ മഴയില്ലെങ്കിൽ മാത്രമേ അവർ ടിക്കറ്റ് പിന്നെയും കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പേർക്ക് ടിക്കറ്റ് കൊടുത്ത് മഴ കാരണം അവർ കയറാതെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും അത് റീഫണ്ടബിൾ അല്ല. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് ഫെയർ. അപ്പം മഴ കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ ടിക്കറ്റ് എടുത്തവർക്ക് പോലും അത് തിരിച്ച് കിട്ടത്തില്ല പൈസ. അപ്പം എന്തായാലും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അത് ആസ്വദിക്കാൻ ഒരു അവസരമാണിത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ക്യൂ നിൽക്കുവാണ്. ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ്. അവിടെ സ്കൈ സൈക്ലിംഗ്, സ്കൈ റോളർ, ജൈൻറ്റ് സ്വിങ്, റോക്കറ്റ് ഇജക്ടർ, സിപ്പ് ലൈൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടിക്കറ്റ് ഫെയർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു ലോങ് വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. അതിലാളുകൾ കയറി നിൽക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പം അതിൻ്റെ അങ്ങ് ടോപ്പിൽ അവിടെ പോയി നിന്ന് നമുക്ക് ഫുൾ വ്യൂ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപയാണ്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. അപ്പം 5 മിനിറ്റാണ് നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ചിലവഴിക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. 5 മിനിറ്റ് ധാരാളം കേട്ടോ, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഫുൾ ഡേ എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള റൈഡുകളും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജൈൻറ്റ് സ്വിങ്, കുട്ടികൾക്ക് പറ്റിയ പരുവത്തിനുള്ള സ്വിങ്, അതുപോലെ ബോട്ടിങ്, സ്ലൈഡുകൾ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരു 1 ഡേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. മഴ കാലാവസ്ഥയാണ് അതിനൊരു മെയിനായിട്ടുള്ളൊരു കാരണം. മഴയില്ലെങ്കിലാണ് എല്ലാ റൈഡുകൾക്കും അവർ ടിക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മഴ ഉണ്ടെങ്കിൽ അവരതൊക്കെ കൗണ്ടറുകൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഇത് റോക്കറ്റ് ഇജക്ടറിൻ്റെ പ്ലേസാണ്. എങ്ങനെയാണ് ആ റോക്കറ്റ് ഇജക്ടർ വഴി ആളുകൾ എൻജോയ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഇത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത് നമ്മൾ പല പ്രാവശ്യം വാഗമൺ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാഗമൺ വരുന്നത്. അപ്പോൾ തന്നെ നമുക്കിത് കയറാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇന്ന് കയറാൻ പറ്റിയത്. കാരണം മഴ പെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ ടൈം വേസ്റ്റായി. അപ്പോൾ ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് വരണം. പൈൻ വാലിയും മൊട്ടക്കുന്നും ഒക്കെ നമുക്ക് തിരിച്ചു പോകുന്ന വഴി കവർ ചെയ്യാനും കുഴപ്പമില്ല. ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കാണണം എന്ന് കരുതി വരുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഏകദേശം 7 മാസത്തോളമായി ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ടൈം സ്ലോട്ട് തരും അവർ. ആ ടൈം സ്ലോട്ട് അനുസരിച്ച് ഏകദേശം 20 മുതൽ 30 വരെയുള്ള ആളുകളെയാണ് അറ്റ് എ ടൈം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് അവർ അലോ ചെയ്യുന്നത്. 5 മിനിറ്റാണ് നമുക്കവിടെ ടൈം ഉള്ളത്. 5 മിനിറ്റ് ശരിക്കും നമുക്ക് അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഇറങ്ങി. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും വരണം, ആസ്വദിക്കണം. ഇതോടനുബന്ധിച്ച് ഇവിടെ ഫിഷ് സ്പാ ഉണ്ട്, മസാജ് ചെയേഴ്സ് ഉണ്ട്.
അതുപോലെ തന്നെ 16D എക്സ്ട്രീം ആയിട്ടുള്ള സിനിമയുണ്ട്. അതുപോലെ തന്നെ കിഡ്സിൻ്റെ പാർക്കുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മഴ പെയ്ത് തുടങ്ങി. ഇത് അത്യാവശ്യം നല്ല മഴയാണെന്ന് തോന്നുന്നു. അപ്പം അവരിതേ റൈഡുകളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ പോവാണ്. നമുക്കും വേഗം കാറിൻ്റെ അടുത്തോട്ടൊക്കെ എത്തണം, പാർക്കിംഗ് ഏരിയയിൽ എത്തണം. അതുപോലെ തന്നെ ഇതുവരെ ഇപ്പം ഏകദേശം ഒരു 4 മണിയോളമായി നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. അപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. നല്ല മഴയായി. നമ്മളിതേ കാറിൻ്റെ അടുത്തോട്ടേക്ക് എത്തി. കാറിന് പുറകെ കിടക്കുന്ന കാറൊന്നും തന്നെ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും മൂടൽമഞ്ഞൊക്കെ ആയിട്ട് അവിടെ അങ്ങ് മൂടി. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കാറെടുത്ത് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടെ നല്ല മഴയും നല്ല കോടമഞ്ഞുമായിട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. കാറിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾക്ക് പുറത്തോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അപ്പോൾ ഇത് മാറാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ ലൊക്കേഷൻ ഞങ്ങൾക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ റെയിനി സീസണിൽ വരുന്നവർ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ റൈഡിലും കയറാൻ പറ്റും എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ സമയത്ത് വന്നാൽ ഇങ്ങനത്തെ കോടമഞ്ഞും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസും കൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ മുഴുവൻ ശരിക്കും മൂടൽമഞ്ഞായി. നമ്മൾ സേഫ്റ്റി പ്രിക്കോഷനൊക്കെ എടുത്ത് പോവുകയാണ്. ഏകദേശം ഒരു 4 മണിയോളമായി. നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മഴയെല്ലാം മാറി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കറക്റ്റായിട്ട് മഴയെല്ലാം മാറി, എല്ലാം തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ നമ്മൾ വാഗമണിലെ മറ്റൊരു പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. വേറെങ്ങുമല്ല, പൈൻ വാലിയിലാണ്. അപ്പോൾ വാഗമൺ ട്രിപ്പ് വരുന്ന എല്ലാവർക്കും തന്നെ ഈ പൈൻ വാലിയും അറിയപ്പെടുന്ന തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും. പക്ഷേ എങ്കിലും വാഗമണിൽ എവിടെയൊക്കെ നമ്മൾ പോകാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൈൻ വാലിയും ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും ഇത്. അപ്പം പിന്നെ പുതിയ ഒരു മാറ്റം എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഫ്ലോറൊക്കെ ഇങ്ങനെ കുറച്ച് കട്ടയൊക്കെ ഇട്ട് അവർ റെഡി ആക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ചേഞ്ച് ആയിട്ട് തോന്നിയത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് താഴെ പോയിട്ട് കാണാം. അങ്ങനെ പൈൻമരക്കാടുകളുടെ ഇടയിലൂടെ ഒക്കെ നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ. കാരണം മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് തോർന്ന് ഇങ്ങനെ ഒന്ന് മൂടിക്കിടക്കുന്നു. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മഴയായിരുന്നു. രാവിലെ കുറച്ച് ടൈം നമുക്ക് കിട്ടിയത് ഒഴിച്ചാൽ ബാക്കി ഇങ്ങനെ മഴ വന്നും പോയി നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും നല്ല രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇങ്ങനെ മഴയൊക്കെ ആണെങ്കിൽ പോലും ആളുകൾക്കൊന്നും ഒരു കുറവുമില്ല. എല്ലാവരും യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകളിൽ താഴോട്ടും കൂടെ പോയി കാണാം. നമ്മുടെ വാഗമണിലെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ കാമാണ്. എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ഭയങ്കര റഷാണ്. അവിടെ അഡ്വഞ്ചർ പാർക്കും ഗ്ലാസ് ബ്രിഡ്ജ് കയറാനും അതുപോലെ കിഡ്സിന് ഉള്ള പ്ലേ ഏരിയയും എല്ലാം കൂടെ ആയിട്ട്, പിന്നെ ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും ഭയങ്കര തിരക്ക്, മൊത്തം ഭയങ്കര റഷാണ്. നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് വേണം എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ട് ഇങ്ങ് വരെ നമുക്ക് കുറച്ച് എല്ലാവരുമായിട്ട് ചേർന്ന് വർത്താനമൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഇങ്ങനെ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ വരുന്നത് വേറൊരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വാഗമണ്ണിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ മൊട്ടക്കുന്ന്, ബോട്ടിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, പൈൻ വാലി, ഇങ്ങനെ 1-2 സ്പോട്ടുകൾ ഉറപ്പായും വാഗമൺ വരുന്നവർക്ക് കണ്ടിരിക്കേണ്ട ഏരിയസാണ്. അങ്ങനെ പൈൻമര കാടുകളിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. അടുത്തായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൊട്ടക്കുന്നാണ്. അപ്പോൾ മൊട്ടക്കുന്നിൽ 6 മണി വരെയാണ് അവിടെ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5:15, 5:10 ആയി. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൊട്ടക്കുന്നിലാണ്. അപ്പോൾ അങ്ങോട്ട് ദേ നോക്കിയാൽ കാണാം, ദേ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഏകദേശം 5:30 മണിയായി. 6 മണി വരെയാണ് ഇവിടെ എൻട്രി ഉള്ളത്. അപ്പം വാഗമൺ വരുന്നവർ 6 മണിക്ക് മുമ്പായിട്ട് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇത് എപ്പോഴും നോക്കി, ചെറിയ മഴയൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിറയെ ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. 6 മണിയോടുകൂടി നമ്മൾ ഇറങ്ങണമെന്ന് അവർ കർശനമായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെയും ഉണ്ട് റോപ്പ് ക്ലൈമ്പിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള അവസരം. ചെറിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകളൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും വരുന്നു. ഇവിടെ 6 മണി വരെ ഉള്ളൂ അവർ അലോ ചെയ്യുന്നുള്ളൂ കയറാൻ വേണ്ടി. എങ്കിൽ പോലും ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ വാഗമൺ വരുന്നവർ ഈ മൊട്ടക്കുന്നും കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിന്റ്. അപ്പം മൊട്ടക്കുന്നോടുകൂടി ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇന്നത്തെ യാത്ര ഭയങ്കര ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അതുമാത്രമല്ല, ഇന്ന് ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മൊത്തത്തിലെല്ലാം കവർ ചെയ്യാൻ പറ്റി. മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഞങ്ങൾ പറഞ്ഞില്ലേ, കുറച്ച് ടൈമൊക്കെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ പോയി മഴ കാരണം. എന്നിരുന്നാലും വിചാരിച്ചതുപോലെ തന്നെ എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. മൊട്ടക്കുന്ന്, ഗ്ലാസ് ബ്രിഡ്ജ്, പൈൻ വാലി, ബോട്ടിങ് എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റി. ഇനി ഏതെങ്കിലും വാഗമണ്ണിൽ ഞങ്ങൾ സ്ഥലം മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും. നെക്സ്റ്റ് ടൈം ഞങ്ങൾക്കും വീഡിയോ വാഗമണ്ണി വരുമ്പോഴോ ഞങ്ങൾ എടുക്കുവാണെങ്കിലോ ഒക്കെ ഞങ്ങൾക്കും അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ആഡ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.